ടു ബിസ്മില്ല ലേണിംഗ് ഹബ്. അപ്പോൾ ഇന്ന് ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ജി എം ജി ഭർ എന്നാണ്. അപ്പോൾ ജി എം ജി ഭർ എന്ന് വെച്ചാൽ എന്താണ്? മനസ്സ് ആസ്വദിച്ച് ജീവിക്കൂ എന്നാണ് ആദ്യത്തെ യൂണിറ്റിന്റെ പേര്. അതിൽ നമ്മൾ ഓൾറെഡി ചട്പട്ട് ഓർ നട്ഖഡ് എന്ന ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് നമുക്കിനി ഒരു ദോഹ, കബീർദാസിന്റെ ഒരു 2 ലൈൻ ദോഹ തന്നിട്ടുണ്ട്. അതെന്താന്ന് നോക്കാം. ഓക്കെ, അപ്പോ പോധി പഠി പഠി ജഗമുआ पंडित भयानकोय ढाई आखर प्रेम का പഠേ സോ പണ്ഡിത് ഹോയ്. ഇതാണ് നമ്മൾ ആ 2 ലൈൻ. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്? പോധി, പോധി എന്ന് വെച്ചാല് വലിയ വലിയ ഗ്രന്ഥങ്ങള്, പഠി പഠി അതായത് പഠിച്ചിട്ട്, വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട്, ജഗമുവ എന്താണ്? ലോകത്തിൽ എല്ലാവരും എന്ത് ചെയ്തു? മരണപ്പെട്ടു പോയി. പണ്ഡിത് ഭയാനകോയ്, അതായത് അതിലാരും തന്നെ പണ്ഡിതരായിട്ടില്ല. ഢായി ആഖർ പ്രേമുക, 2.5 അക്ഷരം, അതായത് സ്നേഹത്തിന്റെ 2.5 അക്ഷരം, അതിന്റെ അർത്ഥം, ആ സ്നേഹത്തിന്റെ അർത്ഥം പഠേ സോ പണ്ഡിത് ഹോയ്, ആരാണോ പഠിച്ചവര് അദ്ദേഹം മാത്രമാണ് എന്ത്? പണ്ഡിതനായിട്ടുള്ളത്. ഇപ്പൊ എന്താണ് അവിടെ പറയുന്നത്? പുസ്തകങ്ങൾ വായിച്ച് ലോകത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരിൽ എല്ലാവരും ഒന്നും പണ്ഡിതരായിട്ടില്ല, അല്ലെ? ആ സ്നേഹത്തിന്റെ 2 അക്ഷരം ആരാണോ അതിൽ നിന്ന് പഠിച്ചത് അവർ മാത്രമാണ് പണ്ഡിതനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ്? സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നമ്മൾ ഒരുപാട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എന്താണ് കിട്ടുക? ഒരു മനുഷ്യൻ ഒരുപാട് വായിച്ച് ഇങ്ങനെ വായിച്ച് വായിച്ച് നമുക്ക് എന്താ കിട്ടുന്നത്? അതിൽ നിന്ന് നമുക്ക് ഒരാള് സംസ്കാര സമ്പന്നനും അദ്ദേഹത്തിന് വിനയവും പിന്നെ സ്നേഹമുള്ള ഒരാളുമായിരിക്കും, അല്ലെ? അങ്ങനെയുള്ള ആരാണോ ആ ആളെ മാത്രമേ ഞാൻ പണ്ഡിതൻ എന്ന് വിളിക്കൂ എന്നാണ് കബീർദാസ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ വായിക്കും, പക്ഷെ ചിലർ എന്താണ്? പ്രകൃതിയെയും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെയൊന്നും സ്നേഹിക്കില്ല. അപ്പൊ അവരെ നമുക്ക് പണ്ഡിതൻ എന്ന് വിളിക്കാൻ കഴിയില്ല. പക്ഷേ കൂടുതലൊന്നും വായിച്ചിട്ടില്ലാത്ത ആൾക്കാർ പ്രകൃതിയെയും പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളെയും എന്താണ്? അളവറ്റ് സ്നേഹിക്കും. അങ്ങനെയുള്ള ആളെ ഞാൻ എന്തെന്ന് വിളിക്കും? പണ്ഡിതൻ എന്ന് വിളിക്കും എന്നാണ് ആര് പറയുന്നത്? കബീർദാസ് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എഴുത്തുകാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ആരായിരുന്നു ഇത് എഴുതിയത്? രമേശ് ഉപാധ്യായാണ് എഴുതിയത്. രമേശ് ഉപാധ്യായ കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. അപ്പൊ രമേശ് ഉപാധ്യായ ജനിച്ചത് എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലായിരുന്നു. വേ കഹാനി, ഉപന്യാസ്, നാടക്, നുക്കഡ് നാടക്, ആലോചന ആദി വിധാവോ മേ സക്രിയ രഹെ. അപ്പൊ അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലായിരുന്നു. പിന്നെന്താണ് അദ്ദേഹം എന്തൊക്കെയാ എഴുതിയിട്ടുള്ളത്? വേ കഹാനി, അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ട്. ഉപന്യാസ് എന്താ? നോവലുകൾ എഴുതിയിട്ടുണ്ട്. നാടക്, നാടകം. പിന്നെ നാടകം എന്ന് വെച്ചാൽ തെരുവ് നാടകങ്ങൾ. പിന്നെ ആലോചന എന്ന് വെച്ചാൽ വിമർശനങ്ങൾ. ആദി വിധാവുമേ സക്രിയ രഹെ ഇങ്ങനെയുള്ള തുടങ്ങിയ വിഭാഗങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. ദണ്ഡ് ദ്വീപ്, ഹരേ ഫുൽ കി ഖുഷ്ബു, ശേഷ്, ഇതിഹാസ് ആദി ഉൻകി പ്രമുഖ രചനായേ ഹെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെയായിരുന്നു? ദണ്ഡ് ദ്വീപ്, ഹരേ ഫുൽ കി ഖുഷ്ബു, പിന്നെ ശേഷ്, ഇതിഹാസ് തുടങ്ങിയവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. പിന്നെന്താ അവിടെ പറയുന്നത്? വേ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ സെ സമ്മാനിത് ഹേ. അപ്പോ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി പുരസ്കാർ നൽകി അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ആദരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുരസ്കാരമായിരുന്നു. പിന്നെന്താ? ജന്മ 1 മാർച്ച് 1942, മൃത്യു എപ്പോഴാ? 24 ഏപ്രിൽ 2021. അദ്ദേഹം ജനിച്ചത് 1942 മാർച്ച് 1 മരിച്ചത് 2021 ഏപ്രിൽ 24. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് നമ്മൾ ആദ്യമേ പറയേണ്ടതായിരുന്നു, അപ്പൊ അത് വിട്ടുപോയി. പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.
ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.